കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. കണ്ണൂർ ധർമ്മശാലയിൽ വേടന്റെ പരിപാടിക്കിടെ ഹൈമാസ് ലൈറ്റിന് മുകളിൽ കയറി യുവാവിന്റെ അഭ്യാസ പ്രകടനം. കണ്ണൂരിൽ നിന്ന് അജീഷ് ശ്രീകുമാർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജീഷ്, ഇതെന്താണ് സംഭവം? കണ്ണൂർ ധർമ്മശാലയിൽ റാപ്പർ വേടന്റെ പരിപാടിക്കിടെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. വേടന്റെ പരിപാടിക്കിടെ ഹൈമാസ് ലൈറ്റിന് മുകളിൽ കയറി യുവാവിന്റെ അഭ്യാസ പ്രകടനം. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അജീഷ് ശ്രീകുമാർ വിവരങ്ങൾ നൽകും. അജീഷ്, പറയൂ, ഇതെന്താണ് സംഭവിച്ചത്? അവിടെ ഇന്ന് വൈകിട്ടാണ് ഈ ധർമ്മശാലയിൽ, കണ്ണൂർ ധർമ്മശാലയിൽ ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് വേടന്റെ ഒരു കലാപരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഈ കലാപരിപാടി നടക്കുന്നതിനിടയിലാണ് ഒരു യുവാവ് അവിടെ നടുക്ക് സ്ഥാപിച്ചിരുന്ന ഒരു ഹൈമാസ് ലൈറ്റിന് മുകളിലേക്ക് വലിഞ്ഞു കയറി അഭ്യാസ പ്രകടനം നടത്തിയത്. ഈ കലാപരിപാടിക്ക് നയിക്കുന്ന വേടൻ തന്നെ ഇത് താഴെ ഇറങ്ങണമെന്ന് യുവാവിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കേൾക്കുന്നില്ല. മദ്യലഹരിയിലാണെന്ന് തോന്നുന്നു ഈ യുവാവിന്റെ അഭ്യാസ പ്രകടനം. ഏറെ നേരം ഈ ഹൈമാസ് ലൈറ്റിന്റെ ഏറ്റവും മുകളിൽ ഭാഗത്ത് വരെ കയറി ചെന്നും ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. കൈവിട്ടുമൊക്കെ വലിയ രീതിയിലുള്ള അഭ്യാസ പ്രകടനം നടത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഏറെ നേരങ്ങൾക്ക് ശേഷമാണ് ഈ ആളുകൾ പിന്നീട് പലതവണ ആവശ്യപ്പെട്ടതിന് ശേഷം ഇയാളെ താഴെ ഇറക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അപകടകരമായിട്ടുള്ള ഒരു അഭ്യാസം തന്നെയായിരുന്നു ധർമ്മശാലയിൽ ഇയാൾ കാണിച്ചു കൂട്ടിയത്. അയാളുടെ പേര് മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെയ്ക്കും പുറത്ത് വന്നിട്ടില്ല. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. വൈകിട്ടായിരുന്നു ഈ പരിപാടി നിശ്ചയിച്ചിരുന്നത്. 7 മണിക്ക് ശേഷമാണ് ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ധർമ്മശാലയിൽ ഈ പരിപാടി, വേടന്റെ കലാപരിപാടി തീരുമാനിച്ചിരുന്നത്. അതിനിടയിൽ ഇയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഇത് ആരായിരുന്നു, ഇയാൾ ഈ പറഞ്ഞതുപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? ആ കാര്യങ്ങളൊന്നും ഇതുവരെയ്ക്കും ലഭ്യമായിട്ടില്ല. ആരാണ്, ഇയാളുടെ പേര്, സ്ഥലം, മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെയ്ക്കും ലഭ്യമായിട്ടില്ല. ഇത്തരത്തിലൊരു ദൃശ്യം പുറത്തു വരികയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു എന്നാണ് കണ്ടു നിന്നവർ പറഞ്ഞത്. ഇയാളെ പിന്നീട് താഴെ ഇറക്കി എന്നും പറയുന്നുണ്ട്. ഏറെ നേരം, ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം നേരം ഇയാൾ ഈ ഹൈമാസ് ലൈറ്റിന് മുകളിൽ കയറി ഈ അഭ്യാസം കാണിക്കുന്നുണ്ടായിരുന്നു. കൈവിട്ടും ഒക്കെ തന്നെ അഭ്യാസം കാണിക്കുന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള അഭ്യാസം. വേടൻ, ഈ കലാപ്രകടനം നയിക്കുന്ന വേടൻ തന്നെ പലതവണ ഈ മൈക്കിലൂടെ തന്നെ ഇയാളെ താഴെ ഇറക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇയാൾ അതിന് കൂട്ടാക്കിയില്ല. എന്നിട്ട് പല പോലീസും ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരടക്കം ഉള്ള വൻ സന്നാഹം തന്നെ ഈ പ്രദേശത്ത് മുഴുവൻ സമയമുണ്ട്. രാത്രികാലത്ത് സ്വാഭാവികമായിട്ട് വേടന്റെ പരിപാടി ആയതുകൊണ്ട് വൻ ആൾക്കൂട്ടം തന്നെ ധർമ്മശാലയിൽ ഇന്ന് ആ ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. അതുകൊണ്ട് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെ അടക്കം വലിയ സുരക്ഷാ സന്നാഹം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ്, ഏറെ നേരങ്ങൾക്ക് ശേഷമാണ് ഇയാളെ താഴെ ഇറക്കാൻ സാധിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ലഹരിയിലായിരുന്നു ഇയാൾ എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം. ഇയാളുടെ പേരും മറ്റു വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അജീഷ് ശ്രീകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.